പുത്തൻകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ സ്ഥാപകനും ആറാൻ മർത്തോമ എന്ന അഭിധാനത്തിൽ അറിയപ്പെടുന്ന വലിയമാർ ദിയോനാസോസിന്റെ പാവന സ്മരണയ്ക്കായി ഏർപ്പെട്ടിരിക്കുന്ന ഈ അവാർഡ് നൽകുന്നതിനായി അഭിവന്ദൻ ഡോക്ടർ യുഹാനൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലീത്തയും ഏറ്റുവാങ്ങുന്നതിനായി ഫാദർ ഡോക്ടർ KM ജോർജിനെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അഭിവന്ദനായ അധ്യക്ഷൻ തിരുമേനി, ആദരണീയനായ ഫാദർ ഡോക്ടർ ഒ തോമസ് അച്ഛൻ, ഈ സമ്മേളനത്തിൽ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ആചാര്യന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഉയർത്തെഴുന്നേറ്റവനായ നമ്മുടെ കർത്താവിൻ്റെ സന്തോഷവും പ്രത്യാശയും ഒരിക്കൽ കൂടി നമുക്ക് പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ചില വാക്കുകൾ പറഞ്ഞുകൊള്ളാം. നമ്മുടെ കർത്താവിൻ്റെ ഉപമയിൽ ഉത്തമനായ ഒരു വ്യാപാരിയെക്കുറിച്ച് പറയുന്നുണ്ട്. അയാൾ തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതുമായ രത്നങ്ങൾ പുറത്തെടുക്കുന്നുണ്ട്. പുത്തൻകാവ് പള്ളി ആ വ്യാപാരിയെപ്പോലെയാണ് എന്നെനിക്ക് തോന്നുന്നു. മലങ്കര സഭയുടെ പുരാതനവും ആധുനികവുമായ 3 രത്നങ്ങളാണ് പുത്തൻകാവ് കത്തീഡ്രൽ പള്ളി പുറത്തെടുത്ത് സഭയ്ക്ക് സമർപ്പിക്കുന്നത്. ശലോമോൻ്റെ ഉത്തമഗീതത്തിൽ ശൂലേങ്കാരത്തി പറയുന്നത് ഇതുമായിട്ട് കൂട്ടിവായിക്കാം. ദൂതായിപ്പഴം സുഗന്ധം വീശുന്നു, നമ്മുടെ വാതിൽക്കൽ സകലവിധ വിശിഷ്ട ഫലങ്ങളുമുണ്ട്. എൻ്റെ പ്രിയനെ, ഞാൻ നിനക്കായി പഴയതും പുതിയതും ശേഖരിച്ചിരിക്കുന്നു. പുരാതന സഭാപിതാക്കന്മാരാണെങ്കിൽ ഈ പഴയതും പുതിയതുമായ രത്നങ്ങൾ നമ്മുടെ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ നാം ഇന്ന് ആദരിക്കുന്ന 3 പിതാക്കന്മാരാണ് എന്ന് പറയുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. മലങ്കര സഭ അതിൻ്റെ മണവാളനായി സമർപ്പിക്കുന്ന 3 രത്നങ്ങളെക്കുറിച്ചാണ് നാം ഇത്രയും സമയം ചിന്തിച്ചു കൊണ്ടിരുന്നത്. അരനൂറ്റാണ്ടോളം മലങ്കര സഭയുടെ സ്ഥിരാകേന്ദ്രമായി വർത്തിച്ച ഈ പുത്തൻകാവ് സെൻറ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് ഈ സഭയുടെ സുഗന്ധപൂരിതമായ ഈ ചെപ്പ് തുറക്കുന്നത് വീണ്ടും വീണ്ടും നമുക്ക് അനുഗ്രഹീതമായ ധന്യമായ അനുഭവമാണ്. മലങ്കര സഭയുടെ അഖണ്ഡതയും സ്വാതന്ത്ര്യവും തനിമയും നിലനിർത്താൻ സ്വന്തം ജീവൻ പണയം വെച്ച് തീക്ഷ്ണമായ ദർശനത്തോടുകൂടി പ്രവർത്തിച്ച ആളാണ് നാം ഇന്ന് ആദരിക്കുന്ന 3 പേരിൽ ഒരാളായ ആറാം മാർത്തോമ. മറ്റ് 2 പേരും അതേ വിശേഷണം അർഹിക്കുന്നവരാണ്. ഞാൻ അതിലേക്ക് ദീർഘമായിട്ട് പോകുന്നില്ല. നമ്മുടെ ആദരണീയനായ ഒ തോമസ് അച്ഛൻ അതിമനോഹരമായിട്ട് അതേക്കുറിച്ച് ഇവിടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ആറാം മാർത്തോമായുടെ ധന്യമായ നാമത്തിലുള്ള പുരസ്കാരം വളരെ പ്രശസ്തമാണ് എന്നെനിക്കറിയാം. അതേക്കുറിച്ച് ഞാൻ ഏറ്റവും ആദരിക്കുന്ന അഭിവന്ദനായ ചെങ്ങന്നൂർ ഭദ്രാസനാധ്യക്ഷൻ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി കുറേ ആഴ്ചകൾക്ക് മുൻപ് എന്നോട് പറഞ്ഞു. അതിനുശേഷം ബഹുമാനപ്പെട്ട വിൽസനച്ചനും മനോജ് ചെറിയാനും സംസാരിച്ചു. നേരിട്ട് വന്ന് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. വളരെ നന്ദിയോടും സന്തോഷത്തോടും വിനയത്തോടും കൂടി നിങ്ങൾ നൽകുന്ന ഈ പുരസ്കാരം ഞാൻ സ്വീകരിക്കുന്നു. പുരസ്കരിക്കുക എന്നുള്ള വാക്കിന് മുൻപിൽ നിർത്തി ആദരിക്കുക എന്നാണ് പ്രഥമ അർത്ഥം. എന്നാൽ അതിനൊരു വിരുദ്ധാർത്ഥം കൂടിയുണ്ട്. പുരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വിമർശിക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. അതുകൊണ്ട് ഈ ബഹുമതി സ്വീകരിക്കുന്ന ആരും ജനങ്ങളുടെ വിമർശനം കൂടി സ്വീകരിക്കുവാൻ ബാധ്യസ്ഥനാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അതും വിനയപൂർവ്വം സ്വീകരിക്കുന്നു.
എന്നാൽ ഈ വിമർശനം ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ സഭയെക്കുറിച്ചും സഭയുടെ ഭാവിയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ച് പൊതുവെയുമുള്ള ആത്മവിമർശനപരമായ ചിന്തകൾ കൂടിയാണ് എന്ന് നാം ഓർക്കണം. നമ്മുടെ ആധുനിക രത്നങ്ങളിൽ ഒരാളായ പുത്തൻകാവിൽ കൊച്ചു തിരുമേനി ഈ വിമർശനം അതിമനോഹരമായി ചിലപ്പോൾ രൂക്ഷമായും നടത്തിയ ആളാണ് എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, തൻ്റെ ജീവിത ശൈലി കൊണ്ടുകൂടി അദ്ദേഹം അത് അവതരിപ്പിച്ചു. അപ്പോഴാണ് അത് കൂടുതൽ അർത്ഥപൂർണമാകുന്നത്. ഞാൻ അഭിമന്യ തിരുമേനിയെ കണ്ടിട്ടില്ല. ഞാനൊരു ചെറുബാലനായിരുന്നു അദ്ദേഹം കാലം ചെയ്യുന്ന സമയത്ത്. എങ്കിലും വൈദിക സെമിനാരിയിൽ ചേർന്ന് കഴിഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും കാലം ചെയ്ത യൂസബിയോസ് തിരുമേനിയിൽ നിന്നും അതുപോലെ തന്നെ അഭിമന്യനായ അത്തനാസിയോസ് തിരുമേനിയിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിൻ്റെ കഥകൾ ധാരാളം കേൾക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പരിമല തിരുമേനിയെക്കുറിച്ചും പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത, നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഇടയന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളത് നിങ്ങൾക്കറിയാം. തുബുദനിൽ അവർക്ക് ദീർഘായുസ് കൊടുക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ പരിമല തിരുമേനി അതുപോലെ ഈ കൊച്ചു തിരുമേനി ഇവരുടെ ജീവിതങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമില്ല. അവരുടെ ആയുസ് ഫലപ്രദമായി തീരണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അത് മെത്രാന്മാരും വൈദികരുമായ എല്ലാ ഇടയന്മാരെക്കുറിച്ച് നിങ്ങൾ അത് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ മൂത്ത് നരച്ചിട്ട് കാര്യമില്ല. ചുരുങ്ങിയ കാലഘട്ടമാണെങ്കിലും ഈ ലോകത്തിന് പ്രകാശം കൊടുക്കുന്ന ഫലപ്രദമായ ജീവിതങ്ങൾ നയിക്കുവാൻ നമ്മുടെ ഇടയന്മാർക്ക് സാധിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നേതൃത്വ നൽവരം പരിശുദ്ധാത്മാവിൻ്റെ ഒരു നൽവരമാണ്. അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. നമ്മുടെ പുത്തൻകാവിൽ കൊച്ചു തിരുമേനിക്ക് ദൈവം അത് കൊടുത്തു. അദ്ദേഹത്തിലൂടെ നല്ല ആദർശ ദീപ്തിയുള്ള അനേകം ചെറുപ്പക്കാർ പ്രചോദിതരായി സഭയുടെ സേവനത്തിലേക്ക് വന്നു എന്ന് നമുക്ക് അറിയാം. ഞാൻ ഈ അവസരത്തിൽ വളരെ ചെറിയ 2-3 കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളാം. ഒന്നാമതായിട്ട് ഈ സഭയുടെ ആഗോളതലത്തിലുള്ള നിലപാടിനെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും നമ്മൾ വിനയത്തോടും വിമർശനത്തോടും കൂടി ചിന്തിക്കേണ്ട ഒരവസരമാണ്. കാരണം അടുത്ത 25-30 വർഷങ്ങൾക്കിടയിൽ, ചിലപ്പോൾ അതിന് മുമ്പേയുമാകാം, നമ്മുടെ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും വ്യവസ്ഥയും മൗലികമായി മാറും. ആ മാറ്റം നമുക്കെല്ലാവർക്കും രുചികരമായിരിക്കുകയില്ല. ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മുടെ പല ധാരണകളും സങ്കല്പങ്ങളും നമുക്ക് തിരുത്തി എഴുതേണ്ടതായി വരും. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലമെന്ന് വിളിക്കപ്പെടുന്ന മധ്യപൗരസ്ത്യ രാജ്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. സിറിയയിലും ഈജിപ്തിലും പാലസ്തീനിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ വളരെ കുറച്ച് ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ. വിശുദ്ധ നാടെന്ന് പറഞ്ഞ് നമ്മുടെ ആളുകൾ അവിടെ ധാരാളം പോകുന്നുണ്ട്. അവരാരും അത് അറിയുന്നില്ല. അവിടെ ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ വളരെ പരിമിതമാണ്. ഓരോ ദിവസവും അത് കുറഞ്ഞ് വരികയാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് ആലപ്പോയിൽ മെത്രാപ്പൊലീത്തയായിരുന്ന ഇബ്രാഹിം മോർ ഗ്രിഗോറിയോസ് അപ്രത്യക്ഷനായി. നിങ്ങൾക്കറിയാം, ആരോ തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തോടൊപ്പം ഗ്രീക്കുകാരുടെ ചെറുപ്പക്കാരനായ ഒരു മെത്രാച്ചനെയും തട്ടിക്കൊണ്ടുപോയി. അവരെവിടെയാണെന്ന് യാതൊരു തുമ്പുമില്ല. അവർ ജീവിച്ചിരിക്കുന്നുവോ മരിച്ചോ എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഈ മോർ ഗ്രിഗോറിയോസ്, ഇബ്രാഹിം ഗ്രിഗോറിയോസിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്കെപ്പോഴും കണ്ണ് നിറയാറുണ്ട്. കാരണം അദ്ദേഹം എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു, ആത്മാർത്ഥതയുള്ള സ്നേഹിതനായിരുന്നു. അദ്ദേഹം 2 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ക്ഷണമനുസരിച്ച് ഞാൻ ആലപ്പോയിൽ പോയി അദ്ദേഹത്തോടൊപ്പം താമസിക്കുകയും ശ്രീയാനി സഭയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പള്ളികളിലൊക്കെ എന്നെ കൊണ്ടുപോവുകയും, 3 പള്ളികളേ ഉള്ളൂ, അവിടെയൊക്കെ എന്നെ കൊണ്ടുപോവുകയും കുർബാനയിൽ സംബന്ധിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് ഇവിടെ വലിയ അടി നടക്കുന്ന സമയമാണ്. കേരളത്തിൽ പരസ്പരം ചെളിവാരി എറിയുകയും ഭീഷണിപ്പെടുത്തുകയും മൃതശരീരങ്ങൾ വെച്ചുകൊണ്ട് വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ
അദ്ദേഹം എന്നെ പള്ളികളിൽ കൊണ്ടുപോയി കുർബാനയിൽ സംബന്ധിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോഴേ അവിടെ ഒരു എക്യുമെനിക്കൽ സമ്മേളനം നടക്കുകയാണ്. നിങ്ങൾക്കറിയാം, ആലപ്പോ എന്ന് പറയുന്നത് പുരാതനമായ സിൽക്ക് റൂട്ടിലുള്ള അതിപ്രശസ്തമായൊരു നഗരമാണ്. ഒരു കാലത്ത് ക്രിസ്ത്യാനികൾ വളരെ അധികം ഉണ്ടായിരുന്ന ഒരു നഗരം ഇപ്പോഴേ നാമമാത്രമാണ് അവിടെ. അപ്പോൾ അവിടെ ഒരു എക്യുമെനിക്കൽ സമ്മേളനത്തിൽ ആ ഭാഗത്തുള്ള 11 മെത്രാന്മാർ അവിടെ സന്നിഹിതരായി. അപ്പോൾ കുറച്ച് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി 11 മെത്രാന്മാർ ഓർത്തഡോക്സ് സഭകളിലും, സിറിയൻ ഓർത്തഡോക്സ് സഭ, അർമീനിയൻ ഓർത്തഡോക്സ് സഭ, അതുപോലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, ഈ സഭകളുടെ മെത്രാന്മാരും അതിൻ്റെ ബദലായിട്ട് റോമൻ കത്തോലിക്ക റീത്തുകൾ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഉണ്ടായതുപോലെ ആ റീത്തുകളിലെ മെത്രാന്മാരും, പിന്നെ കൽദായ സഭ അതിൻ്റെ റീത്ത്, ഇങ്ങനെയുള്ള എല്ലാവരോടും കൂടുമ്പോൾ 11 മെത്രാന്മാരും വന്നു. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ അല്പം സങ്കടം തോന്നി. കാരണം ക്രിസ്ത്യാനികൾ ഇവിടെ ഇല്ല, മെത്രാന്മാർ ഒത്തിരി ഉണ്ട് താൻ. അവർ തമ്മിൽ സംവാദം നടത്തുകയാണ്. എനിക്കൊരു കുസൃതി തോന്നി സങ്കടത്തോടൊപ്പം. ആ കുസൃതി കൊണ്ട് ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ ഒരു കാരിക്കേച്ചർ വരച്ചു വെച്ചു. ഒരു സഭയിലെ മെത്രാൻ വേറൊരു സഭയിലെ മെത്രാനുമായിട്ട് സംവദിക്കുന്ന ഒരു കാരിക്കേച്ചറാണ്. അങ്ങനെ 5 10 പേരുടെ തികച്ചു. 11ാമത്തെ മെത്രാന് സംവദിക്കാനായിട്ട് ആളില്ല, പങ്കാളില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിഷണ്ണനായിട്ട് ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ചിത്രമാണ്. അതാരെയും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം ഒരു വേദ വിപരീതമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ഈയിടെ പുസ്തകങ്ങളിങ്ങനെ നോക്കി വന്ന കൂട്ടത്തിൽ യാദൃച്ഛികമായിട്ട് അത് കണ്ണിൽപ്പെട്ടു. ഈ മെത്രാച്ചൻ വിഷണ്ണനായിട്ട് ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുന്ന ചിത്രമാണ് ഇന്ന് മധ്യ പൗരസ്ത്യ രാജ്യത്തെ അവസ്ഥ. അവിടെ മാത്രമല്ല, അധികം താമസിയാതെ പാശ്ചാത്യ യൂറോപ്പിലും അമേരിക്കയിലും അത് സംഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടുത്ത 3 ദശകങ്ങൾ നിർണായകമായ ദശകങ്ങളാണ്. ഇന്ത്യയിൽ അത് സംഭവിക്കരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷേ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ നമുക്ക് സാധിക്കുകയുമില്ല. അതുകൊണ്ട് ഈ പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ പ്രവചന ശബ്ദം ഞാൻ കേട്ടിട്ടില്ലെങ്കിലും വായിച്ചും കേട്ടും അറിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ മലങ്കര സഭയോടും ചുറ്റുപാടുമുള്ളവരോടും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ. രണ്ടാമതായിട്ട്, സഭയുടെ നേതൃത്വ നിരയെ രൂപീകരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന നടപടികൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വളരെ ഗൗരവമായ ഒരു വിചിന്തനം സഭയ്ക്കകത്ത് ഉണ്ടാകണം. നമ്മൾ വളരെ ഉപരിപ്ലവമായിട്ട് ജനാധിപത്യമെന്നും ഡെമോക്രസി എന്നുമൊക്കെ അങ്ങ് പറഞ്ഞ് പോവുകയാണ്. ഡെമോക്രസിയിൽ നല്ല മൂല്യങ്ങളുണ്ട്. പി ജെ കുര്യൻ സാറിനെ പോലെയൊക്കെയുള്ള ഉന്നതരായ നല്ല നേതാക്കന്മാരെ സൃഷ്ടിക്കാൻ ആ ഡെമോക്രസിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും അങ്ങനെ സാധിക്കണമെന്നില്ല. രാഷ്ട്ര വ്യവഹാരം പഠിക്കുന്നവർ പറയും, ഡെമോക്രസി ഈസ് ദ ലെസർ ഓഫ് ദ 2 ഈവിൾസ്. കഠിനമായ സ്വേച്ഛാധിപത്യത്തിനും അതുപോലെ തന്നെ ഒരുതരം ജനാധിപത്യത്തിനും ഒരേ സ്വഭാവമാണ്. രണ്ടും തിന്മയാണ്. ഒന്നിൻ്റെ തിന്മയ്ക്ക് അല്പം കട്ടി കുറവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ തിന്മയാണ്, കട്ടി കുറഞ്ഞാലും അത് തിന്മയാണ്. അതുകൊണ്ട് നമുക്കിപ്പം മലങ്കര സഭയ്ക്ക് ഒരു ധാരണ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന്മാരായി ശ്രദ്ധിക്കണം, തിരുമേനിമാരി ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു നിഷ്പക്ഷനായ ഭരണാധികാരിയെ ഇരുത്തി കുറേ ബാലറ്റ് വോട്ടുകളും ഉണ്ടാക്കി കുറേ ആളുകളെ പള്ളികളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ചാൽ അതിൽ നിന്ന് വരുന്ന ഫലം വളരെ വളരെ സാത്വികമായ ഫലമാണ്, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാക്കുക. ഈ ഡെമോക്രസി എന്ന് പറയുന്നത് ഏറ്റവും വിശിഷ്ടമായ ഭരണ സംവിധാനമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ലെസ്സർ ഓഫ് ദി 2 ഈവിൾസ് എന്ന് പറയുന്നത്. എൻ്റെ ചെറിയ ചില അനുഭവങ്ങളിൽ ഈ ലോകത്തെ ചില സ്ഥലങ്ങളിൽ, ചില പ്രസ്ഥാനങ്ങളിലും ചില സ്ഥലങ്ങളിലും ഈ ഡെമോക്രസിയേക്കാൾ ഉത്തമമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനവർ കൺസെൻസസ് മെത്തേഡ് എന്നൊക്കെ പറയും. അതായത് പ്രചരണമില്ലാതെ, പണം ചെലവാക്കാതെ, വിജയവും പരാജയവുമില്ലാതെ എല്ലാവരും കൂടി ഒരുമിച്ച് കാര്യങ്ങൾ നടത്തുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ സൃഷ്ടിയാണ് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ പ്രസിഡന്റ് ട്രംപ് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. വളരെ ഒട്ടും പ്രവചന വിധേയനല്ല അദ്ദേഹം. അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം
ജനത പ്രതിനിധാനം ചെയ്യുന്ന വലിയ ആദർശങ്ങളുടെ പ്രതീകമായി തീരും ഡൊണാൾഡ് ട്രംപ് എന്ന് ലോകത്തിൽ ആരും പറയുന്നില്ല. ഇന്ത്യക്ക് നല്ല ജനാധിപത്യമുണ്ട്, മുമ്പേ പറഞ്ഞതുപോലെ നല്ല ഇലക്ഷൻ കമ്മീഷനുണ്ട്. പക്ഷേ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായപ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൽഫലമാണെന്നും ഇന്ത്യ അല്ലെങ്കിൽ ഭാരതമെന്ന് പറയുന്ന മഹത്തായ രാജ്യത്തിൻ്റെ യുഗതേജസ്സുള്ള ആദർശങ്ങൾ അവിടെ പ്രകടമാകുമെന്നും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ജനാധിപത്യത്തിന് ഈ രണ്ട് മുഖങ്ങളുണ്ട്. അതിൽ നിന്ന് നന്മയും തിന്മയും ഉണ്ടാകും. അതിനെ അന്ധമായിട്ട് നമ്മൾ വിശ്വസിക്കരുത്. ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ചിലർക്ക് ഒഫൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയേക്കാൾ മോശമാണ് സഭകൾക്കകത്ത് നടക്കുന്ന ജനാധിപത്യം. കാരണം നമുക്ക് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിൽ എന്നെ നിങ്ങൾക്ക് നേരിട്ട് അറിഞ്ഞുകൂടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തമ അംഗം എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിയുടെ ചില തത്വങ്ങളിൽ വിശ്വസിക്കുകയും പാർട്ടിയുടെ തത്വങ്ങൾ പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്ക് ഉറയ്ക്കാം. ഞാനത് ചെയ്തില്ലെങ്കിൽ എൻ്റെ പാർട്ടി എന്നെ നിഷ്കാസനം ചെയ്യും. കോൺഗ്രസ് പാർട്ടിയിലും അങ്ങനെ തന്നെ പറയാം. അതുപോലെ ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഈ വരുന്ന സ്ഥാനാർത്ഥിക്കായ ക്രിമിനലാണോ, അയാൾ അല്പനാണോ, സ്വാർത്ഥനാണോ, ഇതൊന്നും നിശ്ചയിക്കാനായിട്ട് സഭയ്ക്കകത്ത് സംവിധാനങ്ങളില്ല. സഭയ്ക്കകത്തൊരു തത്വമുണ്ടായിരുന്നു, ഞാൻ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന സാഹചര്യങ്ങളിൽ ഇതുപോലെ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് മറ്റുള്ളവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ കാണുന്നത്. യൂദാസിന് പകരം ഒരാളിനെ തിരഞ്ഞെടുത്തതും 7 ശമ്മാശന്മാരെ നിയമിച്ചതും ഒക്കെ ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. അവിടെ തിരഞ്ഞെടുപ്പുണ്ട്, അതേസമയം തന്നെ എല്ലാവർക്കും അറിയാം ഇത് ആരാണ് വരുന്നത് എന്നുള്ളത് അറിയുകയും ചെയ്യാം. അവിടെ മത്സരമില്ല, അവിടെ ജയവും പരാജയവുമില്ല, അവിടെ സമൂഹത്തെ 2-4 വെട്ടിക്കീറുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ജനാധിപത്യ പ്രക്രിയ സഭയ്ക്ക് ഇതൊന്നുമില്ല. രാഷ്ട്രീയത്തിൻ്റെ നന്മകളുമില്ല, സെക്കുലർ ഡെമോക്രസിയുടെ തത്വങ്ങളുമില്ല, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ തത്വങ്ങളുമില്ല. അതുകൊണ്ട് നമുക്ക് വലിയ ഒരു ദുരന്തം സംഭവിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടി പറയുകയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ പൊതു നന്മ അല്ലെങ്കിൽ കോമൺ ഗുഡ്, ത്യാഗപൂർവമായ ജീവിതശൈലി, ആദർശപൂർണമായ ജീവിത ദർശനം, ഇതൊക്കെയുള്ള ആളുകളെയാണ് സഭാ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അവിടെ ഞാൻ വീണ്ടും കൊച്ചു തിരുമേനി ഓർക്കുകയാണ്. കൊച്ചു തിരുമേനി പരിശീലിപ്പിച്ച അല്ലെങ്കിൽ കൊച്ചു തിരുമേനിയിൽ നിന്ന് പ്രചോദനം നേടിയ കുറച്ച് ആളുകളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കണ്ടിട്ടുണ്ട്. അത് എന്നെ എന്തുമാത്രം പ്രചോദനം എനിക്ക് നൽകി എന്നുള്ളത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ നേതൃത്വം നൽകുവരാ സഭയ്ക്കകത്ത് രൂപപ്പെടുത്തണമെങ്കിൽ തീർത്തും പുതിയ ഒരു സംവിധാനം നമുക്ക് ആവശ്യമുണ്ട്. ഈ ഡെമോക്രസി എന്ന് പറയുന്നത് നല്ലതാണെങ്കിലും അതിനെ പൂർണ്ണമായിട്ട് അന്ധമായിട്ട് വിശ്വസിക്കരുത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. മൂന്നാമതായിട്ട് ഈ മലങ്കര സഭയെ ചരിത്രത്തിൻ്റെ കോട്ടകൊത്തനങ്ങളിൽ നിന്ന് നാം വിമോചിപ്പിക്കണം. അതിനുള്ള ധൈര്യവും ദർശനവും നാം പ്രകടിപ്പിക്കണം. ഞാൻ അവിടെ ദീർഘമായിട്ട് പോകുന്നില്ല, നമ്മുടെ തോമസ് അച്ഛൻ അത് ഭംഗിയായിട്ട് അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഹിസ്റ്ററി, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ചരിത്ര പാഠപുസ്തകങ്ങൾ വാസ്തവത്തിൽ ചെയ്യുന്നത് ഈ തളയ്ക്കലാണ്. നമ്മുടെ യുഗകാല മഹത്വ സ്മൃതികളുടെ ശവക്കോട്ടകളിൽ നമ്മുടെ കുരുന്നു മനസ്സുകളെ തളച്ചിടുന്ന ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ചരിത്രകാരന്മാരെന്ന് പറയുന്ന നമ്മുടെ വലിയ ആളുകൾ പഠിപ്പിക്കുന്നതും എന്ന് വളരെ സങ്കടത്തോടുകൂടി എനിക്ക് പലപ്പോഴും പറയാൻ തോന്നുന്നു. പലർക്കും അത് മതി. കാരണം ഈ ചരിത്രം പറയുകയും സമ്പത്തിൻ്റെ ദൂർത്തിലും സ്ഥാനമോഹങ്ങളുടെ പട്ടുതൊങ്ങലുകളിലും പിടിച്ച് അവർക്ക് ജീവിക്കാം. അത് മുകൾ താഴെ വരയ്ക്കും. അങ്ങനെയുള്ള വ്യവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. നമ്മുടെ സഭയ്ക്കകത്തു നിന്നിങ്ങനെ ആളുകൾ ഊർന്നു പോകുന്നത് നമ്മൾ അറിയുന്നില്ല. ചെറുപ്പക്കാരും പള്ളികളിൽ അധികം വരുന്നില്ല. ഇവിടെയൊക്കെ നമുക്കത് തിരിച്ചറിയാൻ പ്രയാസമാണ്. കാരണം 100 പേരുള്ളിടത്ത് 50 പേര് പള്ളിയിൽ വന്നാലും ആളുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ വ്യവസ്ഥ, ഞാനിപ്പോൾ അത് പറയാൻ കാരണം, അടുത്ത 20-30 വർഷങ്ങൾക്കകം നമ്മൾ ദുഃഖിക്കേണ്ടി വരും. നമ്മുടെ മെത്രാന്മാരും വൈദികരും അൽമായ നേതാക്കന്മാരുമൊക്കെ
അവർക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ടൊരു പുതിയ വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മുടെ ഈ 3 പിതാക്കന്മാർ നമ്മളെ സഹായിക്കണം. വളരെ വളരെ ചലനാത്മകമായ ഒരു ചരിത്ര സ്മൃതിയാണ് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത് പഴയതും പുതിയതുമായ രത്നങ്ങളാണ്. രണ്ടും ഒരുമിച്ചെടുക്കുന്ന ബുദ്ധിമാനായ വ്യാപാരിയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വീണ്ടും അതൊന്നും ആവർത്തിക്കുന്നില്ല. പല കാര്യങ്ങൾ പറയാനുണ്ട്. അന്തരീക്ഷം വളരെ ഊഷ്മളമാണ്. അതുകൊണ്ട് വീണ്ടും അതിന് ചൂട് കൂട്ടുന്നത് ശരിയല്ല. നിങ്ങൾ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നൽകിയ ഈ പുരസ്കാരം അതിൻ്റെ ബഹുമതിയോടും അതിൻ്റെ വിമർശനപരമായ അർത്ഥത്തോടും ചേർത്ത് ഞാൻ സ്വീകരിക്കുകയും അതിനോട് ചേർന്ന് നൽകിയ ഒരു സംഖ്യയുണ്ട്. അത് പഠിക്കാൻ പ്രയാസമുള്ള ചില വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിഭജിച്ച് കൊടുക്കുമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും.